വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാമല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അവിടെ രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ജില്ലകളിൽ, വില്ലേജുകളിൽ ദൈവം സൂക്ഷിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 36 അധ്യായം, അതിൻ്റെ 26 വേദാംശം. ഇയ്യോബിൻ്റെ പുസ്തകം 36 അധ്യായം, അതിൻ്റെ 26 വാക്യം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ വായിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് വായിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം ദൈവം അത്യുന്നതൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആരെന്നറിയാമോ? അത്യുന്നതൻ. പ്രൈസ് ദി ലോർഡ്. ഉന്നതന് മേലൊരു അത്യുന്നതൻ. ഈ ഒരു അറിവ് ജനത്തിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആമേൻ നെടുമ്പാടേ വീണ് കരയും. സ്തോത്രം. വളരെ നമ്മെ ആമേൻ സ്തോത്രം ഒരു ബലം നൽകുന്ന, പിന്നെയും ജീവിപ്പാനുള്ള ഗൈഡൻസ് നൽകുന്ന വാക്കാണ് നമ്മുടെ ദൈവം. ആരെന്നറിയാമോ? അറിഞ്ഞുകൂടാത്ത വണ്ണം ദൈവം അത്യുന്നതൻ. ഹല്ലേലൂയ. അടുത്തെന്താ വായിക്കണമെന്നറിയാമോ? അവൻ്റെ ആണ്ടുകളുടെ സംഖ്യ ആമേൻ ആരാഞ്ഞുകൂടാത്തത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് മുഴങ്കാലിൽ നിന്ന് ഈ വാക്യം സ്വീകരിക്കുമെങ്കിൽ ഇന്ന് പകലിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന ഇടത്ത് വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ആമേൻ ആണ്ടുകളെക്കുറിച്ച്, അതിൻ്റെ സംഖ്യയെക്കുറിച്ച് അറിയാത്ത ആമേൻ ആർക്കും അറിഞ്ഞുകൂടാ, ഒരു മനുഷ്യന് പോലും. അതാണ് ദൈവം അത്യുന്നതനെന്ന് പറഞ്ഞാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആമേൻ ആ മനുഷ്യൻ്റെ ആത്മാവ്, ആരാണോ ആ മനുഷ്യന് ദൈവാത്മാവ് അല്ലെങ്കിൽ മനുഷ്യന് ആത്മാവ് നൽകിയത്, ആ നൽകിയ ആളുടെ അടുത്തേക്ക് പോകും. പിന്നെ ആണ്ടുതോറും അതിനെ ആമേൻ സ്തോത്രം യേശുവിനെ ആരാധിക്കുന്നവർ, യേശു കർത്താവിനെ സ്തുതിക്കുന്നവർ, യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർ ആണ്ടുതോറും ആമേൻ ഒരു പ്രാർത്ഥന കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചയാള് പിന്നെ ആ കല്ലറയിലുണ്ടെന്ന് പറഞ്ഞ് വർഷം തോറും പോയി മെഴുതിരി എത്തിക്കുക, വർഷം തോറും ആമേൻ പോയി ആമേൻ സ്തോത്രം അതിനെ വൃത്തിയാക്കുക, ആ കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥന വയ്ക്കുക, ആണ്ടുതോറും ഓർമ്മ പ്രാർത്ഥനകൾ വയ്ക്കുക, ആണ്ടുതോറും ആമേൻ സ്തോത്രം അതിന് ഒരുള്ള ചോറ് ഉരുട്ടിക്കൊണ്ടുവന്ന് തറയിൽ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ആമേൻ മനുഷ്യനിർമ്മിതമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നിർമ്മിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആദ്യം ആരായിരുന്നു? ജാതികളായിരുന്നു. ജാതികൾ. ആമേൻ. ജാതികളാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിനെ അറിയുന്നവരാ. വർഷം തോറും പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം. യോബ് ശക്തമായി കർത്താവിനെ
ഭയങ്കരമായിട്ട് അറിഞ്ഞ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നല്ലവണ്ണം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ട പ്രശ്നങ്ങൾ, ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ട പ്രതികൂലങ്ങൾ അത് ചെറുതല്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. അത് ഭയങ്കരമായിരുന്നു. തൻ്റെ വീട്ടുകാർ, ചാർച്ചക്കാർ എല്ലാം ഇയ്യോബിനെ ഒറ്റപ്പെടുത്തിയില്ലേ. ഇയ്യോബിൻ്റെ മക്കൾ, ആമേൻ, സ്തോത്രം, ഒറ്റ ദിവസം കൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് തുടങ്ങി തൻ്റെ മുമ്പിൽ പെട്ടികൾ നിരന്നില്ലേ, എന്നിട്ടും അനങ്ങിയിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ഇയ്യോബ് അനങ്ങിയില്ല. കാരണം ദൈവം തന്നു, ദൈവം എടുത്തു. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിനാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത്, പിന്നെ മനുഷ്യനല്ലേ, നമ്മൾ അതിനെയൊക്കെ ഓർക്കാറുണ്ട് ചില നിമിഷങ്ങൾ, എന്നുവെച്ച് അതിനെ തന്നെ സ്മരിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിനപ്പുറം ഇത്രയും വലിയ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുക. നോക്കൂ, നമുക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം അറിയാമോ ദൈവം ആരാണെന്ന്? ദൈവത്തിൻ്റെ ആഴം അറിയാമോ? ദൈവത്തിൻ്റെ ആളത്വം അറിയാമോ? അറിയാമെങ്കിൽ എന്തിനാ കിടന്ന് അടികൂടുന്ന സഭയ്ക്കകത്ത്? ഹല്ലേലൂയ. ഈ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച പോരെ. ഈ ദൈവം ആരെന്നറിയാത്തത് കൊണ്ടാണ് സ്തോത്രം, സഭകൾക്കകത്ത് അടി, വിശ്വാസികൾ തമ്മിൽ പിണക്കം. ഈ ദൈവത്തെ നല്ലവണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം പിതാവിനെങ്കിലും ചേർത്ത് പിടിക്കുമായിരുന്നു. ഈ ദൈവത്തെ നല്ലവണ്ണം അറിഞ്ഞിരുന്നു എങ്കിൽ സ്വന്തം മാതാവിനെ ചേർത്ത് പിടിക്കുമായിരുന്നു. അവരെ കൊണ്ട് വൃത്തസദനത്തിൽ തള്ളിക്കളയത്തില്ലായിരുന്നു. മാതാവിനെയും പിതാവിനെയും കൊണ്ട് വൃത്തസദനത്തിൽ തള്ളിയിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, ഈ ദൈവം ആരെന്നറിയാമോ? നമുക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം ദൈവം അത്യുന്നതൻ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, കൂട്ടായ്മ ആചരിക്കുന്ന ദൈവ പൈതലേ, എണീറ്റ് നിന്ന് സഭയുടെ മധ്യേ എണീറ്റ് നിന്നിട്ട് പറയുന്നില്ലേ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിനും മനുഷ്യർക്കും പ്രൈസ് ദി ലോർഡ്, ഞാൻ ആരായിരിക്കുന്നു? കുറവില്ലാത്തവനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറ്റമറ്റ മനസാക്ഷിയുള്ളവനായിരിക്കുന്നു, ഉള്ളവളായിരിക്കുന്നു പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ സംസാരിക്കാത്ത ഏകദേശം 10-20 പേര് അതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല, നിങ്ങൾ അവരുടെ അടുത്ത് മിണ്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുക, എനിക്കും മനുഷ്യനും തമ്മിൽ കുറ്റമറ്റ മനസാക്ഷി ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചെന്ന് പറയുക. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആളത്വം നീ മനസ്സിലാക്കണം. അനുഗ്രഹം പ്രാപിക്കേണ്ട പടകുകൾ നീയായിട്ട് അടച്ചു കളയരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്വന്തം പിതാവിനെ തള്ളിക്കളയരുത്, സ്വന്തം മാതാവിനെ തള്ളി മാറ്റിക്കളയരുത്. ചേർത്ത് പിടിക്കണം. അവരുണ്ടായിരുന്നത് കൊണ്ടാ ഇന്ന് തണ്ടും തടിയോടെ നിൽക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവിടെ രക്തമാണ് നിന്റെ ശരീരത്തിൽ ഒഴുകുന്നത്, അവരുടെ ചോറാണ് നിന്റെ ശരീരം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരണം. എങ്കിലേ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയൂ. സ്വന്തം അപ്പനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? സ്വന്തം അമ്മയെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? സ്വന്തം അയൽവക്കക്കാരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? എന്നൊക്കെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ 1000 പുരുഷന്മാരെ ഞാൻ നോക്കി, അതിൽ ഒരു പുരുഷനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ 1000 സ്ത്രീകളിൽ നോക്കിയപ്പോൾ ഒരാൾ പോലും നീതിമാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സഭാപ്രസംഗി പറയുന്നു, ഞാൻ 1000 പുരുഷന്മാരെ നോക്കിയപ്പോൾ അതിൽ ഒരു നീതിമാൻ ഉണ്ടായിരുന്നു, എന്നാൽ 1000 സ്ത്രീകളിൽ നോക്കിയപ്പോൾ ഒരാൾ പോലും ഇല്ല. ചിലപ്പോൾ 1001 കണ്ടേക്കാം. ദൈവകുഞ്ഞെ, ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ ഇന്ന് പകൽക്കാലം മനസ്സുണ്ട്. സ്തോത്രം. 37-ാമത്തെ അധ്യായത്തിന് 5-ാം വാക്യം പറഞ്ഞു, ദൈവം തൻ്റെ നാദം അതിശയകരമായി മുഴക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത
മഹാകാര്യങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. നാം പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ എത്തുമോ എന്ന് ചിന്തിച്ച സ്ഥലത്ത് ദൈവം നമ്മളെ ഒരു സ്വപ്നം പോലെ കൊണ്ടെത്തിച്ചു. കാരണം പത്രോസ് ആമേൻ അതിനെ കൊല്ലാൻ വേണ്ടി, പത്രോസിനെ കൊല്ലാൻ വല്ല പദ്ധതി ഒരുക്കി ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുമ്പോൾ റിബലബ ശംഭപരാജകൽക്കനാദി എല്ലാ വായനകളും കഴിഞ്ഞ്, എല്ലാ വാദങ്ങളും കഴിഞ്ഞ്, എല്ലാ പ്രതിവാദങ്ങളും കഴിഞ്ഞ് ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുക. ചങ്ങലയ്ക്ക് ആമേൻ കൽത്തുറുങ്കിനകത്ത് അടച്ചിട്ടിരിക്കുക. ആമേൻ. ഇനി ഒരു രാത്രി കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന്റെ കഴുത്തിനെ അറുക്കാനുള്ള എല്ലാ നിയമത്തിന്റെ ആമേൻ പേപ്പറുകളും ഓക്കെയാക്കി വച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ സഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സഭയുടെ പ്രാർത്ഥന എന്തെന്നറിയാമോ? ഭയങ്കര ശക്തിയാ സഭയുടെ പ്രാർത്ഥന. സഭയെ പിണക്കരുതേ ദൈവമക്കളെ. സഭയിലെ പുരോഹിതനെ പിണക്കരുത്, സഭയിലെ ജനത്തെ പിണക്കരുത്. പ്രാർത്ഥന സപ്പോർട്ട് കുറയും. സഭയുടെ പ്രാർത്ഥന. പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് നിന്ന് ദൂതൻ തന്നെ തട്ടി എണീപ്പിച്ച് ചങ്ങല സ്വപതയെ അഴിഞ്ഞു വീണു. അദ്ദേഹം 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും ആമേൻ സ്വപതയെ തുറന്ന് താൻ തൻ്റെ പട്ടണത്തിലേക്ക് എത്തി നിന്നപ്പോൾ ഒരു സ്വപ്നമെന്ന പോലെ താൻ പട്ടണത്തിനകത്ത് നിൽക്കുക. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നിന്നൊരു സ്വപ്നം പോലെ ഇതുവരെ എത്തിയെങ്കിൽ ആമേ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ മെസ്സേജ് പറയുന്ന ഞാൻ ആമേ ഇവിടെ എത്തി നിൽക്കുന്നത് സ്വപ്നം പോലെയാ. പണ്ടെന്നേ ആമേ പിടഞ്ഞു വീണ ആമേ മരിച്ചു പോകേണ്ടതാ. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വായിച്ചു കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. കണ്ടോ? നമുക്കാർക്കും ഗ്രഹിച്ചുകൂടാത്ത കാര്യങ്ങൾ സ്വർഗം ചെയ്യും. ഇന്ന് പകലിൽ എവിടെയൊക്കെയോ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, ഒരു കാര്യം പറയാം, നമ്മുടെ കർത്താവിനെ അളക്കരുത്. നമ്മുടെ കർത്താവിൻ്റെ ആഴത്തെ നമ്മൾ അളക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ അളക്കരുത്. ഏത് സമയവും നിനക്ക് വേണ്ടി ആമേൻ 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 പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. 24/24. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. അവൻ ആരെന്നറിയാമോ? നമ്മുടെ കർത്താവ് ആരെന്നറിയാമോ? അത്യുന്നതനാണ്. അത്യുന്നതൻ. ദൈവം അത്യുന്നതൻ. അറിഞ്ഞുകൂടാത്ത വണ്ണം പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഒരു സ്വപ്നമെന്ന പോലെ നിന്നെ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പ്ലാൻ നിന്നെ കുറിച്ചുണ്ട്. കഴിഞ്ഞ രാത്രി എത്രയോ പേര് ഈ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ടു. നിന്റെ സമപ്രായക്കാരിൽ പലരും മാറ്റപ്പെട്ടില്ലേ? എന്നാൽ ഈ മെസ്സേജിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാൻ കഴിയുമോ? ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രഥത്താൽ ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ വലിയ മഹാകരുണ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് കർത്താവെ ഓരോ കുടുംബത്തിന്റെ മേലും ദൈവം അയച്ച് മാനിക്കണം. ഇന്ന് പകൽക്കാലം ആവശ്യമായ എല്ലാ നന്മകളും നൽകി ദൈവം കുടുംബങ്ങളെ മാനിക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.